നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ കോവിഡ് കേസുകൾ കുതിക്കുകയാണ്. ദിനംപ്രതി 5000-ൽ പരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വീണ്ടും പഴയ സാഹചര്യത്തിലേക്ക് കടക്കാതിരിക്കാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോഴിതാ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണ നടപടികൾ പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ കനത്ത പിഴ ചുമത്തുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ അധികൃതർ തീരുമാനിച്ചത്. രാജ്യത്ത് ഓരോ മേഖലയിലും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ കൃത്യമായി പാലിക്കുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കണം. സ്ഥാപനത്തിനകത്ത് പ്രവേശിക്കുന്ന ആളുകൾ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്വവും സ്ഥാപന ഉടമകൾക്കാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സ്ഥാപനങ്ങളിൽ എന്തൊക്കെ നിയന്ത്രണങ്ങൾ പാലിക്കണം എന്നതാണ് പറയാൻ പോകുന്നത്. അതായത്, കച്ചവട സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നവരുടെ ശരീരോഷ്മാവ് പരിശോധിച്ച് സാധാരണ നിലയിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ അവർക്ക് അകത്തേക്ക് പ്രവേശനം നൽകാവൂ എന്നതാണ് വ്യവസ്ഥ. അതിന് പ്രത്യേക ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും അതിനാവശ്യമായ ഉപകരണങ്ങൾ നൽകുകയും വേണം. അതോടൊപ്പം വാക്സിൻ എടുക്കാത്തവരെയും കോവിഡ് രോഗബാധിതരെയും സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കരുത്. മൊബൈൽ ആപ്പ് പരിശോധിച്ച് ഈ 2 കാര്യങ്ങളും ഉറപ്പുവരുത്താനും സംവിധാനം ഒരുക്കണം. സ്ഥാപനങ്ങളിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാനിറ്റൈസറുകൾ ലഭ്യമാണെന്ന് സ്ഥാപന ഉടമകൾ ഉറപ്പാക്കണം. മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക തുടങ്ങിയ എല്ലാ മാനദണ്ഡങ്ങളും ജനങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതോടൊപ്പം സ്ഥാപനത്തിനകത്തെ ഉപകരണങ്ങൾ, ഷോപ്പിംഗ് കാർട്ടുകൾ, പ്രതലങ്ങൾ തുടങ്ങിയവയെല്ലാം ശരിയായ രീതിയിൽ അണുവിമുക്തമാക്കുകയും വേണം. ഈ നിയന്ത്രണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കുന്ന സ്ഥാപനങ്ങൾ വൻ പിഴ ക്ഷണിച്ചു വരുത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയ അധികൃതർ മുന്നറിയിപ്പ് നൽകി. 10,000 റിയാൽ മുതൽ 2 ലക്ഷം റിയാൽ വരെയാണ് പിഴ ഈടാക്കുക. നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്ന മുറയ്ക്ക് ഫൈൻ കൂടും. 5 വരെ ജീവനക്കാർ ജോലി ചെയ്യുന്ന ചെറിയ സ്ഥാപനങ്ങൾക്കെതിരെ 10,000 റിയാലും 6 മുതൽ 49 വരെ ജീവനക്കാരുള്ള ഇടത്തരം സ്ഥാപനങ്ങൾക്ക് 20,000 റിയാലുമാണ് ആദ്യ പ്രാവശ്യം പിഴ ചുമത്തുക. 50 മുതൽ 249 വരെ ജീവനക്കാരുള്ള വലിയ സ്ഥാപനങ്ങൾക്ക് 50,000 റിയാലും 249-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് 1 ലക്ഷം റിയാൽ വരെയാണ് ആദ്യഘട്ടത്തിലെ പിഴ. എന്നാൽ നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയായി 2 ലക്ഷം റിയാൽ വരെയാക്കുമെന്നും സ്ഥാപനം 6 മാസത്തോളം അടച്ചു പൂട്ടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സൗദിയിലെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 5000-ന് മുകളിൽ തുടരുകയാണ്. വ്യാഴാഴ്ച 5499 പേർക്കാണ് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇതിൽ 1565 കേസുകളും റിയാദിലാണ്. ജിദ്ദയിൽ 877, മക്കയിൽ 474, മദീനയിൽ 239, തായിഫിൽ 137 എന്നിങ്ങനെയാണ് പുതിയ കേസുകൾ. വ്യാഴാഴ്ച പുതിയതായി 2 പേർ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. നിലവിലുള്ള കോവിഡ് ആക്റ്റീവ് കേസുകളിൽ 32,000-ലധികം പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരിൽ 262 പേർ ഗുരുതരാവസ്ഥയിൽ ഐസിയുവിലാണ്. രാജ്യത്ത് ഇതിനോടകം തന്നെ 5,99,044 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇവരിൽ 891 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.